ആരോമല്ലുണ്ണി പിറന്നല്ലോ. ഓയ് എന്തോ ഇതുവരെ എടുത്തു കഴിഞ്ഞില്ലേ? അല്ല, ഒരു പുൽക്കൂടിന് ഇത്ര പുല്ലൊക്കെ പോരെ? ഇത്ര പുല്ല? ഇതെന്താ ഒറ്റ വൈക്കോൽ വിപ്ലവം? ഇത് പുൽക്കൂട് ഉണ്ടാക്കാൻ മിസ്സേ കുറെ കൂടെ വേണം. ഒറ്റ വൈക്കോൽ വിപ്ലവം അതെന്ത് സാധനം? അതറിയില്ല. ഒരു രാജ്യത്ത് ഒരു വൈക്കോല് കൊണ്ട് ഉണ്ടായ വിപ്ലവമാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം. ഒരു വൈക്കോലോ? ശരിക്കും? എന്റെ മിസ് നമ്മുടെ ജപ്പാനില് ആധുനിക ജൈവ കൃഷി രീതിയെ പറ്റി എഴുതിയൊരു പുസ്തകമാണ് കേട്ടോ ഒറ്റ വൈക്കോൽ വിപ്ലവം. പുസ്തകല്ലേ? ഫുക്കുവോക്ക എഴുതിയേ? ഫുക്കുവാക്കയല്ല, ഫുക്കുവോക്ക. ഫുക്കുവോക്കാന്ന് തന്നെ ഞാനും പറഞ്ഞേ. കുറച്ച് കളിക്കാൻ കുറച്ച് പുല്ലെടുത്തേ, ഇത്രയും പോരാ. മതിയാവൂലേ? കേട്ടാലേ? ഇതൂടെ കെട്ടിക്കും, ചേർത്ത് വെച്ചു. ഓക്കെ. ഒരു പശുവിനെ മേടിച്ച കൊള്ളായിരുന്നല്ലേ? പശുവിന് എന്താ നിങ്ങൾക്ക് അങ്ങനെ വന്നാൻ? അല്ല, അടുത്ത ധവള വിപ്ലവത്തിനുള്ള തയ്യാറെടുപ്പറ്റാണാ? അങ്ങനെ ധവള വിപ്ലവത്തെ കളിയാക്കൊന്നും വേണ്ട. മിസ്സിന് ധവള വിപ്ലവത്തെ പറ്റി അറിയോ? വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ, അതെ. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചൊരു സംഭവമായിരുന്നു ധവള വിപ്ലവം. ധവള വിപ്ലവോ? അതെ. ശരിക്കും അത് ഹരിത വിപ്ലവത്തിന്റെ എഫക്ട് ഉണ്ടായിണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. ശരിക്കും ധവള വിപ്ലവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒന്ന് നമ്മുടെ കർഷകര് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ശരിക്കും നമുക്ക് ആവശ്യമുള്ള പാല് നമ്മൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്കാണെങ്കിൽ നല്ല പൈസ കിട്ടുന്നുമില്ല. അല്ല, അപ്പൊ നമ്മളെ ഇന്ത്യയിലാണോ പാലിന് പഞ്ഞം? ഇന്ത്യയിൽ പാലിന് തുടക്കത്തിൽ നമുക്ക് പഞ്ഞം തന്നെ ആയിരുന്നു, നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച കാര്യം, ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് അവിടെയാണെങ്കിൽ ഒരുപാട് പാൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ആവശ്യമായിട്ടുള്ള പൈസ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന നഗരപ്രദേശങ്ങളിലാണ് ഒരുപാട് പാലും പാലുൽപ്പന്നങ്ങളൊക്കെ ഒരുപാട് വേണം അല്ലേ? അപ്പോൾ ഇതിനെ നമ്മളൊരു സൊസൈറ്റി വഴി നമ്മൾ ഇതിനെ ഏകോപിപ്പിക്കുകയാണ്. ഇതിനെ ഇങ്ങനെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ അമൂലിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഫ്ലഡ് നമ്മൾ നടപ്പിലാക്കി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ കർഷകർക്കാണെങ്കിൽ ആവശ്യത്തിനുള്ള പൈസ കിട്ടുന്നുമുണ്ട്, പിന്നെ ഇന്ത്യയിൽ പാലിന്റെയും പാലുൽപ്പന്നത്തിന്റെയും ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. അപ്പൊ ശരിക്കും നമ്മൾ പാലും പാലുൽപ്പന്നവും ഒക്കെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ആയിട്ട് മാറുകയായിരുന്നു. അതെ. ഇപ്പോൾ ഇന്ത്യ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഓഹോ, അപ്പൊ ഈ ഓപ്പറേഷൻ ഫ്ലഡ് ഒക്കെ ഉണ്ടല്ലേ അതിനിടയില്? അതെ, ഓപ്പറേഷൻ ഫ്ലഡ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ധവള വിപ്ലവത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വർഗീസ് കുര്യനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അമൂലിന്റെ ഹെഡായിട്ടിരുന്ന വർഗീസ് കുര്യനാണ്. പിന്നെ ഇതൊരു 3 ഘട്ടമായിട്ടൊക്കെയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. 1970 മുതൽ 80 വരെയുള്ള കാലഘട്ടം, പിന്നെ 2ാം ഘട്ടം എന്ന് പറയുന്നത് 81 മുതൽ 85 വരെ, 3ാം ഘട്ടം നമ്മുടെ 86 മുതൽ 96 വരെ. 3ാം ഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് അത് ഏകദേശം ഫ്ലറിഷ്ഡ് ആയ ഒരു കാലഘട്ടമായിരുന്നു. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ട് അല്ലേ? അതെ അതെ അതെ. പിന്നെ കുറെ പോയിന്റുകളുണ്ട് അതിനകത്ത്. ഇനി അല്ലാതെ പാല് എന്ന് വെച്ചാൽ വെറും ധവള വിപ്ലവം അല്ല കേട്ടോ. പാല് എന്ന് വെച്ചാൽ വെറും ധവള വിപ്ലവം മാത്രം എനിക്ക് ഓർമ്മ വന്നു ഞങ്ങൾ വിചാരിച്ചേ. ഞാൻ എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തിയതല്ലേ? എന്നാ ശരി പറ, പാലിൽ അടങ്ങിയ ആസിഡ് ഏതാ? ലാക്റ്റിക് ആസിഡ്. തൈരിലാണെങ്കിലോ? ലാക്റ്റിക് ആസിഡ്. മോരിലാണെങ്കിലോ? അതും ലാക്റ്റിക് ആസിഡ് അല്ലേ? പുളിച്ച വെണ്ണയാണെങ്കിലോ? ലാക്റ്റിക് ആസിഡ് ആയിരിക്കും. തെറ്റിച്ചേ. പുളിച്ച വെണ്ണയിൽ ലാക്റ്റിക് ആസിഡ് അല്ല, പുളിച്ച വെണ്ണയിൽ ബ്യൂട്ടറിക് ആസിഡാ. ബ്യൂട്ടറിക് ആസിഡ് ആണ് സാധാരണ തെറ്റിക്കണതാ. പാല്, തൈര്, മോര് ലാക്റ്റിക് ആസിഡ് കറക്റ്റ്. പക്ഷെ പുളിച്ച വെണ്ണയാവുമ്പോ ബ്യൂട്ടറിക് ആസിഡ് ആണ് കേട്ടാ. സാധാരണ മനസ്സിലായി. ശരി, എന്നാ പാലിന്റെ pH പറ. പാലിന്റെ pH ഒക്കെ ഉണ്ടല്ലേ? 6.4, 6.4. ഓക്കെ, പാലിന്റെ pH 6.4 ആട്ടാ. പിന്നെ വേറൊരു കാര്യം, അല്ല നിങ്ങൾ പയ്യനെ വാങ്ങാ പാലും കച്ചവടം നടത്താന്നൊക്കെ വിചാരിച്ചല്ലോ. നിങ്ങളെ കച്ചവടം നടക്കും തോന്നുന്നില്ല ചേട്ടാ. പണ്ടൊക്കെ ആണെങ്കിൽ പാലിൽ വെള്ളം ചേർക്കായിരുന്നേ. ഇപ്പൊ പാലിന്റെ സാന്ദ്രത കണ്ടുപിടിക്കാൻ മീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. ഏതാ അത് മീറ്റർ? ലാക്ടോമീറ്റർ അല്ലേ? ശരി, ലാക്ടോമീറ്ററിന്റെ പ്രവർത്തന തത്വം പറ. പ്രവർത്തന തത്വം എന്നൊക്കെ ചോദിച്ചാ ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ. എന്താ അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊക്കെ പാല് വെച്ചാൽ ഓർമ്മയൊക്കെ ഉണ്ട്. പാലിൽ അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിൻ ഏതാണെന്നറിയോ? പാലിൽ അടങ്ങിയില്ലാത്ത വിറ്റാമിൻ വൈറ്റമിൻ സി. പാലിൽ അടങ്ങിയിട്ടില്ലാത്തട്ടാ. എന്നാ പാലിലുള്ള ഒരു വിറ്റാമിൻ ഉണ്ട്, പക്ഷെ സൂര്യപ്രകാശം ഏറ്റാൽ പാലിൽ നിന്ന് നഷ്ടപ്പെടും. ഡയറക്റ്റ് പോയിട്ട് കുടിച്ചാൽ കിട്ടും. സൂര്യപ്രകാശം ഏറ്റാൽ പാലിൽ നിന്ന് നഷ്ടപ്പെടുന്ന വിറ്റാമിൻ പറ. വൈറ്റമിൻ B2. വൈറ്റമിൻ B2 ആണ് കേട്ടാ. പാലിൽ അടങ്ങിയ ഷുഗർ പറ.
പാലിലടങ്ങിയ ഷുഗർ. പാലിൽ ഷുഗറും ഉണ്ട്. പിന്നെ എളുപ്പാ ക്ലൂ തരാം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ പാലിലടങ്ങിയ ഷുഗർ. ലാക്ടോസ്. ലാക്ടോ. പാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ടോ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. പാലിലടങ്ങിയ ഷുഗർ കേട്ടാ, ലാക്ടോസ്. പിന്നെ വേറൊരു കാര്യം, ഈ പാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ വാങ്ങുന്ന പാല് ഇന്ന് രാവിലെ കറന്ന പാലൊന്നും അല്ല അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പാലിനെ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡിന് എന്താ പറയാ? അറിയായിരുന്നു. പാലിന്റെ പാക്കറ്റിൽ ഇങ്ങനെ ഉണ്ടാവും. അതന്നെ, പാല് കേടുകൂടാതെ അത് ഒരു ടെമ്പറേച്ചറിൽ ചൂടാക്കി തണുപ്പിച്ചു കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ പാല് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സയൻസ് ഉണ്ട് തമാശ വിചാരം. ഇനിയുണ്ട് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന എവിടെ? ഇന്ത്യയുടെ പാൽത്തൊട്ടി ഗുജറാത്ത് അല്ലേ? അല്ല, അത് ഹരിയാനയാണ്. നമ്മുടെ ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന ഹരിയാനയാണ്. അങ്ങനെയാണെങ്കിൽ ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് ഗുജറാത്ത് അല്ല, അത് ഹരിയാനയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ആസ്ഥാനം? ഹരിയാന. ഇല്ല, അത് ഗുജറാത്താണ്. ഓക്കെ. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ വർഗീസ് കുര്യന്റെ ഏതെങ്കിലും രണ്ട് പുസ്തകത്തിന്റെ പേര് പറയാമോ? ബുക്കൊന്നും ചോദിക്കല്ല മാഷേ. ഐ ടു ഹാഡ് എ ഡ്രീം ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അദ്ദേഹത്തിന് 1963 മാക്സസെ അവാർഡ് കിട്ടുകയുണ്ടായി. പിന്നീട് നമ്മുടെ അമൂലിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ അമൂലിനെ പോലെ ഇത് കേരളത്തിൽ നടപ്പിലാക്കിയത് ഏതാന്ന് പറയാം? ആരാന്ന് പറയാമോ? കേരളത്തിൽ നടപ്പിലാക്കിയത് നമ്മുടെ മിൽമയാണ്. മിൽമ, നമ്മുടെ കേരളം കണി കണ്ടുണരുന്ന നന്മ. നമ്മുടെ കേരളം കണി കണ്ടുണരുന്ന നന്മ അതൊക്കെ മാറി. ഇപ്പൊ അത് നമുക്ക് വളരാനായി കേട്ടോ. അല്ലാ, ഈ സാധനം ഞാൻ എത്ര നാളായി തെരഞ്ഞെടുക്കണെന്നറിയോ? എന്താ? ഇത് ക്ലാസ് എടുക്കാനേ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനേ. അറിയില്ലേ? അപകേന്ദ്രബലം അഭികേന്ദ്രബലം പഠിപ്പിച്ചു കൊടുക്കാൻ. തൈര് കടയുന്ന സാധനം തന്നെ കടക്കോല്. പക്ഷെ ഇത് വെച്ച്, അതായത് തൈര് കടയുമ്പോൾ വെണ്ണ വേർപിരിയുന്നതിന് കാരണമായ ബലം ഏതാ? അങ്ങനെ ബലമൊക്കെ ഉണ്ട്. അപകേന്ദ്രബലം, അത് പഠിപ്പിക്കാൻ പറ്റിയ സാധനമാണ് ഇതൊക്കെ. ഞാൻ കുറെ ദിവസമായി തെരഞ്ഞെടുക്കണം. ഇതിന്റെ ഒറിജിനൽ ഒന്നും ഇപ്പൊ കിട്ടാനില്ല. ഈ അപകേന്ദ്രബലം അഭികേന്ദ്രബലം എന്താണെന്നറിയോ? ഞാൻ പറയാം. നമ്മളൊരു കല്ലിൽ കയർമ കെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കറക്കുക തരിക. അപ്പൊ രണ്ട് തരത്തിലുള്ള ബലമുണ്ട്. ഒന്ന് കല്ല് പോവാതിരിക്കാൻ പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞ് കല്ല് നമ്മൾ പിടിച്ചു നിർത്തണം. അത് അഭികേന്ദ്രബലം. ഓക്കെ. പിന്നെ എങ്ങാനും നമ്മൾ ഈ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ കല്ല് പോവൂലേ? അപ്പൊ ഞാനിപ്പോ പോവും പറഞ്ഞ് കല്ല് പ്രയോഗിക്കുന്ന ഒരു ബലം, അതാണ് അപകേന്ദ്ര ബലം. മാറിപ്പോയിരിക്കും. എങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളെ കൂട്ടത്തില് ഈ അപകർഷതാബോധം ഉള്ളവരല്ലേ വിട്ടേക്ക് പോവുക. അപ്പൊ അതുപോലെ കല്ല് ദൂരേക്ക് പോവാൻ പ്രയോഗിക്കുന്ന ബലാണ് അപകേന്ദ്ര ബലം. ഇപ്പൊ തൈര് കടയുന്ന സമയത്ത് വെണ്ണ പുറത്തേക്ക് പോണത് ഈ അപകേന്ദ്ര ബലം കൊണ്ടാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇടുമ്പോഴേ, അപ്പൊ ഇങ്ങനെ ഡ്രസ്സ് കറങ്ങണ സമയത്ത് നമ്മളെ ഡ്രസ്സിൽ അഴുക്കൊക്കെ പുറത്തേക്ക് പോണത് അപകേന്ദ്ര ബലാണ്. ശരി. വളവില് റോഡ് അല്പം ഉയർത്തി വെക്കണില്ലേ? വളവിൽ ഒരു ഭാഗത്ത് പൊങ്ങി ഉണ്ടാവില്ലേ? ബാങ്കിങ് ഓഫ് റോഡ്. ആ ബാങ്കിങ് ഓഫ് റോഡ്സ് ഇത് തന്നെയാണ്. അതായത് ഈ അപകേന്ദ്ര ബലം കാരണം ഇങ്ങനെ സ്പീഡിൽ വരുന്ന വണ്ടിയൊന്നും അങ്ങോട്ട് തെറിച്ച് അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ താങ്ക്സ് ഇട്ടാ. ഇതൊന്ന് ചോദിച്ചു നോക്കാം, ഈ കക്ക് തരുമോ? അപകേന്ദ്ര ബലം അഭികേന്ദ്ര ബലം. അതുപോലെ തന്നെ നമ്മൾ ഈ തൈര് വെണ്ണ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ പാല് എന്ന് പറയണതേ ഒരു കൊളോയിഡാണ്. അറിയോ? അതായത് ഈ ലായനികൾ 3 ടൈപ്പാ. യഥാർത്ഥ ലായനി, കൊളോയിഡ്, സസ്പെൻഷനുകൾ. യഥാർത്ഥ ലായനി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ പഞ്ചസാര കലക്കിന്ന് കരുതുക, നമുക്കൊന്നും കാണാൻ പറ്റില്ല, അതിനുള്ളിൽ ഫുൾ അലിഞ്ഞു പോകും. പക്ഷേ ഈ കൊളോയിഡ് എന്ന് പറഞ്ഞ സംഭവത്തിൽ അതിനുള്ളിലും കുറെ ഉണ്ട്. പക്ഷെ അതിലെ കണികകളെ നമുക്ക് കുറച്ചുകൂടി അവരുടെ സൈസ് കൂടുതലാണ്. എന്നാൽ സസ്പെൻഷൻ എന്ന് പറയുന്നതിലാണെങ്കിൽ കണികകൾ ഇപ്പൊ ചളിവെള്ളം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെ പൊടിപടലങ്ങളോ ഒക്കെ കാണാൻ പറ്റും. അങ്ങനെയും പറയാം മലപ്പുറത്തൊക്കെ. ഓക്കെ. പിന്നെ പാലിന്റെ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഇതിലൂടെ ഒരു ലൈറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റിന്റെ വഴി കാണാൻ പറ്റും. ഈ കൊളോയിഡിലുണ്ട് ഒരു പ്രത്യേകതയാണ്. എന്നാൽ അത് കുറെ കഴിഞ്ഞാൽ അടിഞ്ഞു പോവൊന്നുമില്ല. ചെളിവെള്ളാണെങ്കിൽ അത് താഴെ അടിയും. പ്രകാശത്തിന്റെ പാത ആദ്യം കാണും, പിന്നെ കാണില്ല. പാലൊരു കൊളോയിഡാണ്. അത്രയും പഠിക്കുക. നമ്മളെ പുൽക്കൂട് അത് മാഷങ്ങളെ രജത വിപ്ലവം കിടന്ന് വിളിക്കുന്നു.